ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ മാനേജീരിയൽ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ മാനേജീരിയൽ ഫങ്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്ലാനിംഗ് ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് ആയിരുന്നു. അപ്പം പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, then types of plans, then steps in planning, അത് കഴിഞ്ഞിട്ട് ലെവൽസ് ഓഫ് പ്ലാനിങ്, then the planning process, then MBO. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ മൊഡ്യൂളാണ് പ്ലാനിങ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. പ്ലാനിങ് ഈസ് ആക്ച്വലി സെലക്ടിങ് missions and objectives as well as the action to achieve them which require decision making. A manager's most essential task is to see that each and every employee understand the group's mission and objectives and the methods of attaining them. If a group effort is to be effective, people must know what they are expected to accomplish. And this is the function of planning, and planning bridges the gap from where we are to where we want to go. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. എന്തായിരുന്നു? നമ്മളിപ്പം എവിടെയാണോ നിൽക്കുന്നത് അത് മുതൽ നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതുവരെയുള്ള എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ അതായത് ഫൈനൽ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സാണോ ഫോളോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പം അതാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ്, പ്ലാനിങ്ങിൻ്റെ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മിഷൻ ആൻഡ് പർപ്പസ്. സോ പ്ലാനിന് ഒരു മിഷനും പർപ്പസും ഉണ്ടായിരിക്കും. ഇറ്റ് ഐഡൻറ്റിഫൈസ് the basic purpose or function or task of an enterprise or agency or any part of it. അതായത് നമ്മൾ ഏത് കമ്പനിക്കാണെങ്കിലും ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു മിഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് പർപ്പസ് എന്നും പറയാം. ഇപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി തുടങ്ങണം, അതെന്തിനായിരിക്കും? ടീച്ചിങ് ആയിരിക്കും അതിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ കുറേ എക്സാമ്പിൾസാണ് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ആ കമ്പനി എന്ത് പ്രൊഡക്റ്റാണോ ഉണ്ടാക്കുന്നത് അത് ആളുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതായിരിക്കും ആ കമ്പനിയുടെ അവസാനത്തെ മിഷൻ. അത് തുടങ്ങുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ ഇതാണ് മിഷൻ ഓർ പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ്. They are the ends towards which an activity is aimed, and it represents the end point of organizing, staffing, leading and controlling. അപ്പം അതായത് ഒരു ഗോൾ ഉണ്ടാവും. എന്ത് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിലും അതിനൊരു ഗോൾ ഉണ്ടായിരിക്കും. അതാണ് ഒബ്ജക്റ്റീവ് ഓർ ഗോൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഓർഗനൈസിങ്ങിൻ്റെയും സ്റ്റാഫിങ്ങിൻ്റെയും ലീഡിങ്ങിൻ്റെയും കൺട്രോളിങ്ങിൻ്റെയും ഒക്കെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജീസ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജീസ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് എ ബേസിക് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ആൻഡ് ദി adoption of the courses of action and allocation of resources necessary to achieve these goals. നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഫോളോ ചെയ്യും. അതാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പോളിസീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ അണ്ടർസ്റ്റാൻഡിങ്സ് ദാറ്റ് ഗൈഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിലോട്ട് നയിക്കുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്? പോളിസീസ് എന്ന് പറയുന്നത്. ആൻഡ് പോളിസീസ് ഡിഫൈൻ ആൻ ഏരിയ വിത്ത് വിച്ച് എ ഡിസിഷൻ ഈസ് ടു ബി മെയ്ഡ് ആൻഡ് എൻഷുർ ദാറ്റ് ദ ഡിസിഷൻ വിൽ ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദി കോൺട്രിബ്യൂട്ട്
to an object, and policies help decide issues before they become problems and make it unnecessary to analyze the same situation every time it comes up, and unify other plans, thus permitting managers to delegate authority and still maintain control over what their subordinates. അപ്പം പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിലോട്ട് നമ്മളെ നയിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ പോളിസീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൊസീജിയേഴ്സാണ് നെക്സ്റ്റ്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ദ പ്ലാൻസ് ദാറ്റ് എസ്റ്റാബ്ലിഷ് എ റിക്വയർഡ് മെത്തേഡ് ഓഫ് ഹാൻഡ്ലിങ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് എ റിക്വയർഡ് ആക്ഷൻ. ഓക്കെ, നമ്മൾ എന്തൊക്കെ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ സീക്വൻസ് ആണ്. ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഗൈഡ്സ് ടു ആക്ഷൻ റാദർ ദാൻ തിങ്കിങ്. എക്സാമ്പിൾ, അപ്രൈസൽ പ്രോസസ് ഓഫ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി. അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സെറ്റിംഗ് പെർഫോമൻസ് ഒബ്ജക്റ്റീവ്. സ്റ്റെപ്പ് 2 പെർഫോമിംഗ് mid-year review of the objectives. Then step 3 conducting performance discussion at the end of the period. അതായത് നമ്മളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സിനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം, സ്റ്റഡി നടത്തണം, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ പ്രൊസീജിയേഴ്സിൽ വരുന്നത്. ദെൻ അടുത്ത വരുന്നതാണ് ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കമ്പനി പോളിസി, ഗ്രാൻഡ് എംപ്ലോയി വെക്കേഷൻ കമ്പനി പ്രൊസീജിയർ പ്രൊവൈഡ് ഫോർ ഷെഡ്യൂളിംഗ് വെക്കേഷൻസ് ടു അവോയ്ഡ് ഡിസ്ട്രപ്ഷൻസ് ഓഫ് വർക്ക് ആൻഡ് സെറ്റിംഗ് റേറ്റ്സ് ഓഫ് വെക്കേഷൻ പേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സിലാണ് വരുന്നത്. ദെൻ അടുത്ത റൂൾസ് ആണ്. റൂൾസ് എന്ന് പറഞ്ഞാൽ ദേ സ്പെൽ ഔട്ട് സ്പെസിഫിക് റിക്വയർഡ് ആക്ഷൻ ഓർ നോൺ ആക്ഷൻസ് ആൻഡ് അലോയിങ് നോ ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതൊക്കെ റൂൾസാണ് പറയുന്നത്. പോളിസീസ് ആർ മീൻ ടു ഗൈഡ് ഡിസിഷൻ മേക്കിംഗ് ബൈ മേക്കിംഗ് ഓഫ് ഏരിയാസ് ഇൻ വിച്ച് മാനേജേഴ്സ് ക്യാൻ യൂസ് ദെയർ ഡിസ്ക്രിപ്ഷൻ ആൻഡ് വേറെസ് റൂൾസ് അലോ ഓർ നോ ഡിസ്ക്രിപ്ഷൻ ഇൻ ദെയർ ആപ്ലിക്കേഷൻ. അതായത് പോളിസീസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഗൈഡായിരുന്നു. നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് പോലെയുള്ള സെറ്റപ്പായിരുന്നു പോളിസി എന്ന് പറയുന്നത്. പക്ഷേ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന നിയമങ്ങളാണ് റൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ are complex of goals, policies, procedures, rules, task assignments, steps to be taken, resources to be employed, and other elements necessary to carry out given course of action. They are supported by budget. Example ആയിട്ട് program formulated to improve the moral of works in a department. അതായത് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസ് ആർ കോംപ്ലക്സ് ഓഫ് ഗോൾസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, റൂൾസ്, ടാസ്ക് അസൈൻമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി അല്ലേ. എന്താ എ ബഡ്ജറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ദ ന്യൂമറിക്കൽ ടേംസ് ആൻഡ് ഇറ്റ് ഈസ് ക്വാണ്ടിഫൈഡ് പ്ലാൻ ആണ്. ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ഇസ് കോൾഡ് എ പ്രോഫിറ്റ് പ്ലാൻ. എ ബഡ്ജറ്റ് മേ ബി expressed in terms of labor hours, unit of products or machine hours, etc. And making a budget is clearly planning, and it is a fundamental planning instrument in a company, and it is a numerical compilation of expected cash flow and expenses, revenue, etc. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്ലാനിൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഏതായിരുന്നു? മിഷൻ ഓർ പർപ്പസ്, ഒബ്ജക്റ്റീവ് ഓർ ഗോൾസ്, ദെൻ സ്ട്രാറ്റജീസ്, ദെൻ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, പ്രോഗ്രാംസ് ആൻഡ് ബഡ്ജറ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ.